സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഹൈ ക്വാളിറ്റി വീഡിയോസ് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നതിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദിത്യ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ 4 ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു 4 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഹൈ ക്വാളിറ്റി വീഡിയോസ് തന്നെ റീൽസ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോയിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇൻസ്റ്റാഗ്രാം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് റീൽസ് വീഡിയോസിന് വേണ്ടിയിട്ട് ഒരു ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് 9:16. ഈ ഒരു 9:16 എന്ന് പറയുന്ന റേഷ്യോയിൽ പെടുന്ന വീഡിയോസ് ആയിരിക്കും മാക്സിമം ക്വാളിറ്റിയിൽ നമുക്ക് റീൽസ് വീഡിയോസ് ആയിട്ട് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 9:16 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോയിൽ തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളൊരു നോർമൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ 9:16 എന്ന് പറയുന്ന റേഷ്യോ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ 9:16 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ 16:9 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഇതേപോലെ പോർട്രേറ്റ് മോഡിൽ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുക. അപ്പം ഈ ഒരു പോർട്രേറ്റ് മോഡിൽ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്താൽ മാത്രമേ കറക്റ്റ് നിങ്ങൾക്ക് 9:16 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോ കിട്ടുകയുള്ളൂ. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീൽ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം റെസൊല്യൂഷനിൽ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. ആ ഒരു സ്മാർട്ട് ഫോണിൽ 4K റെക്കോർഡിംഗ് വരെ സപ്പോർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ 4Kയിൽ തന്നെ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽ സെക്ഷനിലേക്ക് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാം ചെറിയ രീതിയിൽ കംപ്രസ് ചെയ്യുന്നുണ്ട്. കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയും ക്വാളിറ്റി ലോസ് നല്ല രീതിയിൽ ഉണ്ടാകുന്നുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ മാക്സിമം റെസൊല്യൂഷനിൽ തന്നെ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. കാരണം ആ ഒരു ക്വാളിറ്റി ലോസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം റെസൊല്യൂഷനിൽ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് നിങ്ങൾ ഷൂട്ട് ചെയ്യുക. ഇനി നിങ്ങൾ മൂന്നാമതായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള FPS വാല്യൂ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. FPS എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം പെർ സെക്കൻഡ്. FPS മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ വീഡിയോ റെക്കോർഡിംഗ് സെറ്റിംഗ്സിൽ പോയാൽ മതിയാവും. അവിടെ നിങ്ങൾക്ക് FPS ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാല്യൂവും സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ നോർമൽ വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 30 FPS ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്താൽ മതിയാവും. പക്ഷേ നിങ്ങൾ സ്ലോ മോഷനൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 60 FPS ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കണം. ഇനി നമ്മുടെ നാലാമത്തെയും അവസാനത്തെയും ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ വീഡിയോ എത്ര റെസൊല്യൂഷനിലാണോ അല്ലെങ്കിൽ എത്ര FPS ഉള്ളത് അതേ FPS അതേ റെസൊല്യൂഷനിലും വേണം നമ്മൾ ആ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ 4K റെസൊല്യൂഷനിലും 30 FPS ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതേ വാല്യൂസ് തന്നെ അവിടെ കൊടുക്കണം. അതായത് റെസൊല്യൂഷൻ്റെ സ്ഥാനത്ത് 4Kയും FPSൻ്റെ സ്ഥാനത്ത് 30 FPS വേണം കൊടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വീഡിയോ മാക്സിമം ക്വാളിറ്റിയിൽ തന്നെ എക്സ്പോർട്ടായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ 4 ടിപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹൈ ക്വാളിറ്റി വീഡിയോസ് തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട്.